സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ട്. കോത്തഗിരിയാണ് ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത്. അവിടേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ. സാധാരണ ഊട്ടിയിൽ പോകും, ഊട്ടിയിൽ എല്ലാവരും കാണുന്ന ലൊക്കേഷനുകൾ ജസ്റ്റ് ഒന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ, ബോട്ട് ഹൗസ് കണ്ടിട്ട് വരിക. അതല്ലാതെ കുറച്ചൊരു 10-25-30 കിലോമീറ്റർ പോകാൻ നമുക്ക് കോത്തഗിരി വഴിക്കം സഞ്ചരിച്ചാൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പം എൻ്റെ ഈ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് കോട മൂടിയിട്ട് കിടക്കുകയാണ്. അങ്ങനെ വളരെ രസകരമായ ഡ്രൈവ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വഴിക്ക് ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുപോകും കോത്തഗിരിയിലേക്ക്. കോത്തഗിരിയിൽ നിന്ന് നമ്മളിപ്പോൾ ഊട്ടിയിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ വന്നാലും കോത്തഗിരി എത്തും. കോത്തഗിരി ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞാൽ കുറച്ചൊരു 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കോടനാട് വ്യൂ പോയിന്റ് കിട്ടും. പല വീഡിയോസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും. പോകുന്ന റൂട്ട് തന്നെ അടിപൊളിയാണ്. ജസ്റ്റ് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഫോറസ്റ്റ് ആണ്, റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് തേയില തോട്ടങ്ങൾ, നല്ല കോട കയറി ഏത് സമയത്തും. ഇപ്പം നട്ടുച്ചക്ക് 2 മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോട കയറി വരും. ഇപ്പം ഞാൻ പോരുന്ന വഴിക്കൊക്കെ കംപ്ലീറ്റ്. ഊട്ടിയിൽ നമുക്ക് ഇത്ര ഒരു വൈബ് കിട്ടില്ല. ഊട്ടിയിൽ ആ ടൗണും പിന്നെ ആ കൺജസ്റ്റഡ് ആയിട്ട് ആക്കണ ഒരു രസം കിട്ടില്ല. ഇവിടെ നല്ല ശാന്തസുന്ദരമായ ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഊട്ടി വരുമ്പോൾ ഊട്ടി മാത്രം കറങ്ങാതെ ഇതുപോലെ ഈ ഏരിയയിലൊക്കെ ഒന്ന് സഞ്ചരിച്ചു കിട്ടും. അവിടെ താഴോട്ട് കംപ്ലീറ്റ് ഇതുപോലെ ഇങ്ങനെ തേയിലത്തോട്ടങ്ങളായിരിക്കും. നല്ല അടിപൊളി കോട ഇങ്ങനെ കയറിയിട്ട് വരും ഫുൾ ടൈം. അതുപോലെ തന്നെ നിങ്ങൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റാണ്. നല്ല പൈൻ മരങ്ങളും ഈ കൽസൊക്കെ എല്ലാം. അപ്പോൾ ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. അവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കൊക്കെ ഉണ്ട്. നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. ഇവിടെ വരെയാണ് വാഹനങ്ങൾ വരിക. റോഡ് എൻഡാണ് ഇവിടെ. ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. പിന്നെ ഒരാൾക്ക് നമുക്ക് പെർ പേഴ്സണ് 30 രൂപയുടെ ഫീ അടക്കണം. പാർക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. പാർക്കിങ്ങിന് പ്രത്യേക ഫീ ആണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ ഡെക്കിലൊന്ന് കയറിയിട്ട് വ്യൂ കാണാം. നമുക്ക് താഴത്തെ വ്യൂ ഉണ്ടെങ്കിൽ ഇതേ അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം. കിട്ടിയ വ്യൂ ആണ്.